ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് കാരകമാണ്. പക്ഷേ കാരകം ഞാൻ ഇതിന് മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ഒന്നും കൂടി അത് എടുക്കണം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് കാരകം. അപ്പോൾ എന്താണ് കാരകം എന്ന്? വാക്യേ ക്രിയാപദസ്യ അർത്ഥേ സഹായകാനി പദാനി കാരകാണി സന്തി. വാക്യത്തിൽ ക്രിയാപദത്തിൻ്റെ അർത്ഥത്തെ സഹായിക്കാനുള്ള പദങ്ങളെയാണ് കാരകം എന്ന് പറയുന്നത്. കാരകം. അപ്പോൾ ആ കാരകം പല 7 തരത്തിലുണ്ട്. അത് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. രാമഃ ഗൃഹം ഗച്ഛതി. രാമഃ ഗൃഹം ഗച്ഛതി എന്നൊരു വാക്ക്. ഇതിൽ രാമഃ ഗൃഹം ഗച്ഛതിയിൽ അസ്മിൻ വാക്യ ക്രിയാപദം ഗച്ഛതി, പോകുന്നു എന്നുള്ളതാണ്. ഗച്ഛതിയാണ് ക്രിയാപദം. അപ്പോൾ ഈ ക്രിയാപദത്തെ സഹായിക്കാനായിട്ട് 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് രാമഹയും ഒന്ന് ഗൃഹം. അത് രാമഹ എന്ന് പറയുമ്പോൾ അതാണ് രാമഹ ഗച്ഛതി, രാമനാണ് പോകുന്നത്. അപ്പോൾ അത് കർത്താവാണല്ലേ, രാമനാണ് പോകുന്നത്. അപ്പം രാമൻ പോകുന്നു. രാമഹ ഗച്ഛതി, രാമഹ എന്നുള്ളത് ഗച്ഛതിയെ സഹായിക്കുന്നു. പിന്നെ അതുപോലെ ഗൃഹം ഗച്ഛതി, രാമഹ കുത്ര ഗച്ഛതി, ഗൃഹം ഗച്ഛതി. അപ്പോൾ ഗൃഹം എന്നും ചെയ്തു. ഇതിൽ രാമഹ എന്നുള്ളതാണ് അത് കർത്താവായിട്ട് വരുന്നത്. മറ്റേ ഗൃഹം എന്നുള്ളത് കർമ്മമാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് സൂചിപ്പിക്കുന്ന വേർഡാണ് കർമ്മം. ആരെ, എന്തിനെ, എവിടെ പോകുന്നു എന്നൊക്കെ വരുന്നില്ലേ? അതുകൊണ്ട് ഇത് കർമ്മമാണ്. പിന്നെ പറയാം ക്രിയയുടെ ഫലം അനുഭവിക്കുന്നതാര്, അതാണ് കർമ്മം എന്നും പറയാം. ക്രിയയുടെ ഫലം ഇപ്പം പോകുന്നു, ഗച്ഛതി എന്നുള്ളത് എവിടെയാണ് പോകുന്നത്? ഗൃഹത്തിലേക്ക് പോകുകയല്ലേ. അപ്പം അത് കർമ്മം. അപ്പോൾ ആദ്യത്തേത് വന്നപ്പോൾ കർത്താവ് വന്നു, അതിനെ കർത്തൃകാരകം എന്ന് പറയാം. രാമഃ ഗച്ഛതി. അപ്പോൾ അത് കർത്തൃകാരകം. ഇനി കർത്തൃകാരകത്തിന് പ്രഥമാ വിഭക്തിയാണ് വരുന്നത്. കർത്തൃകാരകം അത് കർത്തൃകാരകമാണ്. കർത്തൃകാരകം അതെന്താണ്? പ്രഥമാ വിഭക്തി വരും. പ്രഥമാ വിഭക്തി. അപ്പോൾ കർത്തൃകാരകം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഏത് വിഭക്തി വരുമെന്നു? പ്രഥമാ വിഭക്തി. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. രണ്ടാമത്തെ കാരകം ഏതാണെന്ന് നോക്കോളൂ. ഇനി ഈ കാരകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പലാണ് ഈ വിഭക്തി എന്ന് പറയുന്നത്. ആ കാരകത്തെ കാണിക്കുന്ന സിമ്പലാണ് ഈ വിഭക്തി, പ്രഥമാ വിഭക്തി. ഇനി രണ്ടാമത്തെ നോക്കിക്കോളൂ. വേറൊരു ഉദാഹരണം. രാമഃ രാവണം മാരേതി. രാമഃ രാവണം മാരേതി. രാമഃ തം മാരേതി. ആരെ കൊല്ലുന്നു? രാവണം. അവിടെ മാരേതിയാണ് ക്രിയ. അവിടെ മാരേതി എന്നുള്ളത് രാമഃ എന്നുള്ളത് പ്രഥമാ വിഭക്തി വരും. കാരകം കർത്തൃകാരകം. അപ്പോൾ അത് പ്രഥമാ വിഭക്തി. എന്നാൽ ഇവിടെ രാവണം എന്നുള്ളത് എന്താണ്? കർമ്മമല്ലേ. ആരെ കൊല്ലുന്നു, എന്തിനെ കൊല്ലുന്നു എന്നുള്ളൊരു ഉത്തരം കിട്ടിയില്ലേ? രാവണം. അപ്പോൾ ഈ ക്രിയയ്ക്ക് അതായത് മാരേതി എന്നുള്ളത് രാവണനെയാണ് കൊല്ലുന്നത്. അപ്പോൾ കർമ്മം അവിടെ വന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ കൊല്ലുന്നു. അതായത് ഈ ക്രിയയുടെ മാരേതി എന്നുള്ള ക്രിയയ്ക്ക് ഇതാകുന്നത്, അതായത് അതിനുള്ള ഒരു ബാധ്യതയാകുന്നത് ആരാണ്? രാവണനാണ്. കൊല്ലുക എന്നത് ധർമ്മം. ആരെയാണ് കൊന്നത്? രാവണനെ. അപ്പോൾ രാവണം എന്നുള്ളത് കർമ്മമാണ്. അപ്പോൾ അത് കർമ്മകാരക എന്ന് പറയും. രണ്ടാമത്തേതാണ് കർമ്മകാരക. അപ്പോൾ ആ കർമ്മകാരക എന്ത് വരുന്നു? ദ്വിതീയ വിഭക്തിയിൽ വരും. ദ്വിതീയ വിഭക്തി. കർമ്മകാരം വരുമ്പോൾ ദ്വിതീയ വിഭക്തി. എങ്ങനെ ദ്വിതീയ വിഭക്തി എന്ന് പറഞ്ഞു? രാവണം എന്നുള്ളത് രാവണഃ രാവണൗ രാവണാഹ. ദ്വിതീയ വന്നപ്പോൾ രാവണം, രാവണൗ രാവണാൻ.
അപ്പോൾ ഇവിടെ കർമ്മമാണ്, അതുകൊണ്ട് കർമ്മകാരകം. ആ കർമ്മകാരകത്തിന് ദ്വിതീയ വിഭക്തി വരുന്നു എന്നാണ്. ഇനി വേറൊന്ന്, ബാലഹ ആചാര്യം വന്തതേ, ആചാര്യനെ. അപ്പോൾ ദ്വിതീയ വിഭക്തിയുള്ള പ്രത്യേകത ഏതാണ്? എന്നുള്ളതാണ്. അല്ലെങ്കിൽ നെ എന്ന് വരാം, രാമനെ. അപ്പോൾ ഇവിടെ ബാലഹ ആചാര്യം വന്തതേ, ബാലൻ ആചാര്യനെ വന്ദിക്കുന്നു. ആ ആചാര്യം എന്നുള്ളത് കർമ്മകാരകമാണ്. കർമ്മകാരകത്തിന്റെ വിഭക്തി ദ്വിതീയ വിഭക്തി. പിന്നെ അതുപോലെ വേറെ ഉദാഹരണങ്ങൾ പറയാം, അത് എഴുതുന്നില്ല എല്ലാം കൂടി. ബാലിക, അതിനൊരു ഇംഗ്ലീഷ് വേർഡ് കൊണ്ട് ദ്വിതീയ വിഭക്തിക്ക് അക്യൂസേറ്റീവ് കേസ് എന്നാണ് ദ്വിതീയ വിഭക്തിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്. അതുപോലെ വയം സംസ്കൃതം പഠാമഹ, നിങ്ങൾ സംസ്കൃതം പഠിക്കുന്നു. അപ്പം പഠാമഹ അവിടെ ക്രിയ, സംസ്കൃതത്തെ അവിടെ ദ്വിതീയ വിഭക്തിയാണ് വരുന്നത് അവിടെ. അപ്പോൾ സംസ്കൃതത്തിൽ നിന്നുള്ളത് കർമ്മകാരകമാണ്, ഇവിടെ കർമ്മകാരകമാണ് സംസ്കൃതം എന്നുള്ളത്, അതുകൊണ്ട് അത് ദ്വിതീയ വിഭക്തി. പിന്നെ ജനനി മാം ലാളയതി, ജനനി മാം എന്നെ, ലാളയതി ലാളിക്കുന്നു, എന്നെ, മാം എന്നുള്ളത് കർമ്മമാണ്, കർമ്മകാരകം വരുന്നു, അതുകൊണ്ട് ദ്വിതീയ വിഭക്തി മാം. പിന്നെ അഹം യുഷ്മാൻ പശ്യാമി, ഞാൻ യുഷ്മാൻ നിങ്ങളെ കാണുന്നു. യുഷ്മാൻ എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ്, യുഷ്മ ശബ്ദത്തിൻ്റെ ദ്വിതീയ ബഹുവചനം, അതുകൊണ്ട് അവിടെ കർമ്മകാരകം, അതുകൊണ്ട് ദ്വിതീയ വിഭക്തി. പിന്നെ ജനഹ ഈശ്വരം സേവന്തേ, ജനങ്ങൾ ഈശ്വരനെ സേവിക്കുന്നു എന്നുള്ളത് ആരെയാണ് സേവിക്കുന്നത്? ഈശ്വരം. അപ്പോൾ ഈശ്വരം എന്നുള്ളത് കർമ്മകാരകമാണ്, അതുകൊണ്ട് അത് ദ്വിതീയ വിഭക്തി, ഈശ്വരനെ. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത വരുന്നത് കരണകാരക അതെങ്ങനെ വരുന്നു നോക്കാം. കരണകാരകം വരുന്നത് ഇപ്പം ഏതെങ്കിലും ഒരു കരണം ആവശ്യമാണ്, അതിന് ഒരു കരണം ആവശ്യം എന്ന് വെച്ചാൽ ഒരു സഹായം ആവശ്യമാണ്. അതിനെയാണ് ഇപ്പം രാമഃ ബാണേന ബാണേന രാവണം മാരയതി. രാമഃ ബാണേന രാവണം മാരയതി. രാമഃ അവിടെ കർത്തൃപദമാണല്ലേ, അപ്പം കർത്തൃ. ഇനി രാവണം എന്നുള്ളത് എന്താ? കർമ്മകാരകമാണ്. ഇവിടെ ബാണേന എന്താണ്? ബാണത്താൽ ഒരു സഹായം വന്നില്ലേ, ഒരു സഹായം. എന്തിൻ്റെ സഹായത്താലാണ് രാവണനെ കൊന്നത്? ബാണത്താൽ. അത് എന്താണ്? കരണകാരക. കരണം എന്ന് പറഞ്ഞാൽ സഹായം, കരണകാരക, അതാണ് ഈ കരണകാരക. അപ്പോൾ കരണകാരകത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ കേസ്. അപ്പോൾ മനസ്സിലായില്ലേ? തൃതീയ വിഭക്തിയുടെ അർത്ഥം എന്താണ് വരുന്നത്? ആൽ അല്ലെങ്കിൽ ഓട്, രാമനാൽ. ഇവിടെ ബാണേന, ബാണത്താൽ എന്നത് വന്നു. അപ്പോൾ അത് കരണകാരകമാണ്. കരണകാരകം ഏത് വിഭക്തിയിൽ വരും? തൃതീയ വിഭക്തിയിലും വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് കുറച്ചും കൂടെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മീര കരേണ ലിഖതി, ലിഖതി മീര. കേന എന്തിനാൽ എഴുതുന്നു? കരേണ, കൈകൊണ്ട് അല്ലെങ്കിൽ കയ്യാൽ, ആൽ എന്നുള്ളതാണ്. പിന്നെ ഖഗഃ പക്ഷാഭ്യം ഡയത്തെ, ബേർഡ്സ്. പക്ഷേണ പക്ഷാഭ്യം പക്ഷേഹി. പക്ഷാഭ്യം എന്ന് പറഞ്ഞാൽ രണ്ട് ചിറകിനാൽ, അത് തൃതീയ വിഭക്തിയാണ്. അപ്പോൾ കരണകാരകത്തിന് ഏത് വിഭക്തിയാണ് വരുന്നത്? തൃതീയ വിഭക്തി. തൃതീയ വിഭക്തിയുടെ അർത്ഥമാണെന്താ? ആൽ അല്ലെങ്കിൽ കൊണ്ട് എന്നൊക്കെയാണ് അർത്ഥം. പക്ഷേണ പക്ഷാഭ്യം പക്ഷേഹി. അതുപോലെ പശവഹ പാദേഹി ചലന്തി. പശവഹ പശു പശവ എന്താണ്? ആനിമൽസ്. പാദേഹി ചലന്തി സഞ്ചരിക്കുന്നു. കൈഹി ചലന്തി എങ്ങനെ സഞ്ചരിക്കുന്നു? പാദേഹി പാദങ്ങളാൽ. എന്തുകൊണ്ട് പാദേഹി ബഹുവചനം വന്നു? 4 എണ്ണം ഉണ്ടല്ലേ, 4 കാലുകളാണ്. പാദേഹി ചലന്തി. അപ്പം ഇത് പാദേഹി എന്നുള്ളത് എന്താണ്? കരണകാരകം, അതുകൊണ്ട് അത് എന്ത് വിഭക്തി വന്നു? തൃതീയ വിഭക്തി വന്നു. അടുത്തത് സമ്പ്രദാനകാരക എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും കൊടുക്കുക, ദാനം കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ അതിന് വേണ്ടി
അവർക്കായിക്കൊണ്ട്, അവർക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗത്തിലാണ് ഡേറ്റീവ് കേസ് എന്നാണ് അതിന് പറയുന്നത്. ഡേറ്റീവ് കേസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അത് ആയിക്കൊണ്ട് അല്ലെങ്കിൽ വേണ്ടി എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ രാമഹ ഭരതായ രാജ്യം യച്ഛതി. രാമഹ യച്ഛതി. രാമഹ ഏതാണ്? കർത്തൃകാരകമാണ്. രാജ്യം എന്നുള്ളത് കർമ്മകാരകമാണ്. പക്ഷെ ഇത് ഭരതനായി നൽകുന്നു, ഭരതന് വേണ്ടി നൽകുന്നു. ഇതെന്താണപ്പോൾ? സമ്പ്രദാന കാരകമാണ്. വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ പറയുന്നതിനാണ് സമ്പ്രദാന കാരകം. ആ സമ്പ്രദാന കാരകം ഏത് വിഭക്തിയിൽ വരും? ചതുർത്ഥി വിഭക്തിയിൽ വരും. ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥമാണ് വേണ്ടി, ആയിക്കൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതാണ് ഇവിടെ ഭരതായ. ചതുർത്ഥി ഏകവചനമാണ് ഇവിടെ. ഭരതായ, ഭരതന് വേണ്ടി അല്ലെങ്കിൽ ഭരതനായിക്കൊണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഉദാഹരണം ഇവിടെ പറയാം. വിദ്യാദാനായ. വിദ്യ എന്തിനു വേണ്ടിയിട്ടാണ്? ദാനായ, ദാനത്തിനായിക്കൊണ്ട്. ധനം ദാനായ. ധനം എന്തിനാണ്? ദാനായ. ജീവിതം എന്തിനാണ്? പരോപകാരായ. ഇതെല്ലാം ചതുർത്ഥി വിഭക്തിയിൽ വന്നില്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചതുർത്ഥി വിഭക്തി. പിന്നെ അതുപോലെ ആചാര്യ സമർത്ഥായ ബാലായ പാരിതോഷികം യച്ഛതി. പാരിതോഷികം യച്ഛതി ആർക്ക് വേണ്ടിയിട്ടാണ്? സമർത്ഥായ ബാലായ. അത് അവിടെ ഏതാണ്? ഈ സമ്പ്രദാന കാരകമാണ്. അതുകൊണ്ട് ചതുർത്ഥി വിഭക്തി വന്നിരിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞ് അടുത്ത വരുന്നത് നോക്കിക്കോളൂ. അടുത്ത വരുന്നത് അഞ്ചാമത്തത് അപാദാന കാരകഃ. അപാദാന കാരകഃ അതാണ് പഞ്ചമി വിഭക്തി. പഞ്ചമി വിഭക്തി. അപാദാനകാരകം. അപാദാനകാരകം എന്ന് പറഞ്ഞാൽ അതായത് ഒന്നിൽ നിന്ന് എടുത്തു മാറ്റുക എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്നിൽ നിന്ന് എടുത്തു മാറ്റുക, അതിൽ നിന്ന് ഫ്രം എന്നുള്ളതൊക്കെ അർത്ഥം വരുന്നതാണ് അപാദാനകാരകം. അതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്നത് അബ്ലേറ്റീവ് കേസ്. അബ്ലേറ്റീവ് കേസ്. അപ്പോൾ ആ അർത്ഥത്തിൽ വരുന്ന, എടുത്തു മാറ്റുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നത് പഞ്ചമി വിഭക്തിയിൽ വരുന്നു. ഉദാഹരണം, അഹം ഗ്രാമാത് നഗരം ഗച്ഛാമി. അഹം ഗ്രാമാത് നഗരം ഗച്ഛാമി. അഹം ഗച്ഛാമി. അഹം എന്നപ്പോൾ ഗച്ഛാമി ഉണ്ടോ? ഉത്തമപുരുഷൻ. അഹം ഗച്ഛാമി. കുത്ര ഗച്ഛാമി? നഗരം ഗച്ഛാമി. കസ്മാത് എവിടെ നിന്ന്? ഗ്രാമാത്. അപ്പോൾ അവിടെ ഗ്രാമാത് എന്നുള്ളത് എന്താണ്? അതായത് അതിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം വന്നില്ലേ? അങ്ങനെ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? അപാദാന കാരകം വരുന്നത്. ആ അപാദാന കാരകം എന്ത് വിഭക്തിയിൽ വരും? പഞ്ചമി വിഭക്തിയിൽ വരും. സൈനികാഹ ശത്രുഭ്യഃ രാഷ്ട്രം രക്ഷന്തി. സൈനികാഹ രാഷ്ട്രം രക്ഷന്തു. രാഷ്ട്രത്തെ രക്ഷിക്കുന്നു. ശത്രുഭ്യഃ ശത്രുക്കളിൽ നിന്ന്. അപ്പോൾ ശത്രുക്കളിൽ നിന്നുള്ള എന്താണ്? അത് പഞ്ചമി കാരകമായി, അപാദാന കാരകമായി. അതുകൊണ്ട് പഞ്ചമി വിഭക്തിയിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥം വന്നില്ലേ? ശത്രോഹ ശത്രുഭ്യാം ശത്രുഭ്യയാണ്. ശത്രോഹോ ശത്രുഭ്യാം ശത്രുഭ്യയാണ് ബാക്കി രൂപങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ വരുന്നത് പഞ്ചമിയിൽ ഭ്രമരാഹ പുഷ്പേഭ്യഃ പുഷ്പാണി ഗച്ഛന്തി. പുഷ്പേഭ്യഃ പുഷ്പാണി. പുഷ്പങ്ങളിൽ നിന്ന് പുഷ്പങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള. പുഷ്പേഭ്യഃ അത് പഞ്ചമി, ഏതാണ്? ബഹുവചനം. അപ്പോൾ അതും എന്താണ്? അപാദാനകാരകം, അബ്ലേറ്റീവ് കേസ്. സംബന്ധമാണ് അടുത്തത്. സംബന്ധം. ശരിക്കും ഷഷ്ടി വിഭക്തിക്ക് കാരകം ഒന്നുമില്ല. മനസ്സിലായില്ലേ? കാരകവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ഷഷ്ടി വിഭക്തി. അതിനെന്താണ്? ഒരു സംബന്ധത്തെയാണ് കാണിക്കുന്നത്, യോജിപ്പിനെയാണ് കാണിക്കുന്നത്.
മനസ്സിലായില്ലേ? അതിനെ പൊസസീവ് കേസ് എന്നാണ് പറയുന്നത്. പൊസസീവ് കേസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ സംബന്ധ, അതാണ് സംബന്ധ ഷഷ്ടി വിഭക്തി. ഇങ്ങനെ വരുമെന്ന് നോക്കൂ. ഗോവിന്ദസ്യ ഗൃഹം ഉദ്യാനസ്യ സമീപേ അസ്തി. ഗോവിന്ദസ്യ ഗൃഹം, ഗൃഹം ഗൃഹം ഉദ്യാനസ്യ സമീപേ അസ്തി. ആരുടെ? അതൊരു സംബന്ധമല്ലേ? ഗോവിന്ദൻ്റെ ഗൃഹം എന്നുള്ളതിനൊരു സംബന്ധം വന്നതുകൊണ്ടാണ് അവിടെ ഷഷ്ടി വിഭക്തി ഗോവിന്ദസ്യ. പിന്നെ ഉദ്യാനസ്യ സമീപേ അസ്തി, ഉദ്യാനസ്യ, അതും അവിടെ സംബന്ധമാണ്, സംബന്ധത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടത് ഷഷ്ടി വിഭക്തി ഗോവിന്ദസ്യ. അത് കഴിഞ്ഞിട്ട് തവ പിതുഹു നാമധേയം കിം? തവ പിതുഹു. തവ എന്താണ്? തവ യുവയോഹോ യുഷ്മാകം. പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അത് യുഷ്മ ശബ്ദമാണ്. തവ നിൻ്റെ, അത് നിൻ്റെ. പിതുഹു പിതാവിൻ്റെ, അതും പിതുഹു എന്നുള്ളത് എന്താണ്? ഷഷ്ടി ഏകവചനമാണ്. പിതുഹു പിത്രോഹോ പിതൃണാം എന്നാണ് ഷഷ്ടി ഏകോന. അപ്പോൾ തവ പിതുഹു രണ്ടും ഷഷ്ടിയാണ്. അത് സംബന്ധത്തെയാണ് കാണിക്കുന്നത്. തവ പിതുഹു നാമധേയം. അപ്പോൾ അത് ഇതെന്താണ്? ഷഷ്ടി വിഭക്തി. ഷഷ്ടി വിഭക്തിയുടെ അതിൻ്റെ പ്രത്യേകത തന്നെ എന്താണ്? ഇൻ്റെ, ഉടേക്ക്, ന എന്നൊക്കെ വരും. പൊസസീവ് കേസ്. പിന്നെ അതുപോലെ തന്നെ തത് സീതായാഹ പുസ്തകം. തത് സീതായാഹ പുസ്തകം. തത് സീതായാഹ പുസ്തകം. സീതായാഹ എന്നുള്ളത് എന്തോന്നാണ്? അത് സംബന്ധമാണ്. സീതയുടെ പുസ്തകം. അപ്പോൾ ഇവിടെ വന്നു ഷഷ്ടി വിഭക്തി. സീതയുടെ പുസ്തകം. സീതായാഹ, സീതയോഹോ, സീതാനാം എന്നാണ് ബാക്കി രൂപങ്ങൾ. ഷഷ്ടി ഏകവചനമാണിത്. അടുത്ത അസ്മാകം ഭവനം നഗരാത് ബഹിഃ വർത്തതേ. അസ്മാകം ഭവനം, അസ്മാകം ഞങ്ങളുടെ. അസ്മശബ്ദത്തിൻ്റെ ഷഷ്ടി ബഹുവചനമാണ്. മമ ആവയോഹോ അസ്മാകം എന്നാണ് ബാക്കി രൂപങ്ങൾ. അസ്മാകം ഭവനം ഞങ്ങളുടെ ഭവനം. ഞങ്ങളുടെ ഭവനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് കൂടെ വന്നില്ലേ? അവിടെ ഷഷ്ടി സംബന്ധമാണ്. അത് ഷഷ്ടി വിഭക്തിയായിട്ട് വരുന്നു. ഞങ്ങളുടെ ഭവനം. അടുത്ത വരുന്ന എന്താണെന്ന് നോക്കാം. സംബന്ധം കഴിഞ്ഞു. അധികരണകാരക. അധികരണകാരക. അധികരണകാരകം. അധികരണകാരകം അതെന്താണ്? സപ്തമി വിഭക്തിയാണ് അത് വരുന്നത്. സപ്തമി വിഭക്തിയാണ് വരുന്നത്. അധികരണകാരകം അതായത് ആധാരം വരിക, ആശ്രയം വരിക എന്നീ അർത്ഥങ്ങളിലാണ് സപ്തമി വിഭക്തി വരുന്നത്. അപ്പം ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ലൊക്കേറ്റീവ് കേസ്. സപ്തമി വിഭക്തിക്ക് ലൊക്കേറ്റീവ് കേസ് എന്നാണ് പറയുന്നത്. അതുപോലെ അത് ഉദ്യാനെ ഏകഃ തടാകെ അസ്തി. ഉദ്യാനെ ഏകഃ തടാകെ അസ്തി. ഉദ്യാനെ ഏകഃ തടാകഃ അസ്തി. ഉദ്യാനെ ഏകഃ തടാകഃ അസ്തി. ഉദ്യാനത്തിൽ. എവിടെയാണ് തടാകം ഉള്ളത്? ഉദ്യാനെ. അതൊരു ആശ്രയമല്ലേ, അധികരണമല്ലേ? അപ്പോൾ അതുകൊണ്ട് അധികരണകാരകം വന്നു. ഉദ്യാനെ സപ്തമി വിഭക്തിയിലും വരണം. സപ്തമി ഉദ്യാനെ, ഉദ്യാനയോഹോ, ഉദ്യാനേഷു ബാക്കി രൂപങ്ങൾ. പിന്നെ തസ്മിൻ ജലേ കമലാനി വികസന്തി. തസ്മിൻ ജലം തത്ശബ്ദമാണ്. തസ്മിൻ ജലേ ജലത്തിൽ. ജലത്തിൽ ജലേ എന്നുള്ളതും അത് എന്താണ്? അധികരണകാരണം ആയതുകൊണ്ട് അത് സപ്തമി വിഭക്തിയിൽ വരുന്നു. തസ്മിൻ ജലേ. തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ ജലത്തിൽ. യുഷ്മ ശബ്ദമാണ്. തസ്മിൻ തയോഹോ തേഷു. തസ്മിൻ ആ ജലത്തിൽ. കമലാനി വികസന്തി അത് സപ്തമി, അതിൻ്റെ സപ്തമി വിഭക്തിയാണ്. പിന്നെ അതുപോലെ വൃക്ഷേഷു ഖഗാഹ കോലാഹലം കുർവന്തി. വൃക്ഷേഷു. വൃക്ഷേഷു എന്നുള്ളത് വൃക്ഷശബ്ദത്തിൻ്റെ സപ്തമി ബഹുവചനമാണ്. വൃക്ഷങ്ങളിൽ എന്നുള്ള അർത്ഥത്തിൽ. അവിടെ അത് അധികരണമല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ സപ്തമി വിഭക്തി. അപ്പോൾ ഇങ്ങനെയാണ് കാരകം. നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഷോർട്ടായിട്ടാണ് എടുത്തത്. ഏതായാലും ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.